ശ്രീ മുരുക ജ്യോതിഷാലയത്തിലേക്ക് സ്വാഗതം. എന്ന് പറയുന്നത് 27 നക്ഷത്രങ്ങളെ പറ്റിയാണ്. എങ്കിലും ഇവരിൽ 3 നക്ഷത്രക്കാർ പ്രത്യേകമായ ഒരു വൈഭവം ഉള്ളവരാണ്. എന്താണെന്ന് പറയാം. അവർക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ തന്നെ ആ വ്യക്തി ആരാണെന്നും മനസ്സിലാക്കാനുള്ള കഴിവ് ഉള്ളവരാണ്. ഇവരത് പ്രകടിപ്പിക്കാറില്ല. പക്ഷെ ഇവരെ ഏതെങ്കിലും തരത്തിൽ തരം താഴ്ത്തിയോ ഭ്രമിപ്പിച്ചോ ഒരു കാര്യം സാധിച്ചു കളയാം എന്ന് വിചാരിക്കുകയേ വേണ്ട. ഇവരെ 30 വയസ്സിനകം ചില അക്കിടി അവർക്ക് പറ്റിയിരിക്കാം. ആ 3 നക്ഷത്രങ്ങളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. 30-ന് ശേഷം അവരുടെ ഉള്ളിൽ കുടുംബജീവിതം നടത്തുന്നവരാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർ വേദാന്തികളോ എല്ലാം കാര്യങ്ങളും ഭാവിയിലുള്ള കാര്യങ്ങൾ പലതും മുൻകൂട്ടി അറിയാൻ കഴിയുന്നവരോ ആയ 3 നക്ഷത്രക്കാരാണ്. അതിൽ 1-ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകയിരമാണ്. അത് സ്ത്രീയാണെങ്കിൽ കെങ്കേമമാണ്. ഒരു മകയിരം പുരുഷനാണെങ്കിൽ ഈ ശക്തി അത്ര കണ്ട് കൂടുതൽ കാണുകയില്ല. ഇത് സ്ത്രീയാണെങ്കിൽ അവർക്ക് ഒരാളിനെ കണ്ടുകൾ തന്നെ അതിൻ്റെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കാനുള്ള മാഗ്നറ്റിക് പവർ ഉള്ളവരാണ്. അപ്രകാരം വിജയത്തിൻ്റെ വെന്നിക്കോടി പാറിച്ചുകൊണ്ട് അവർ മുന്നേറാൻ കഴിയുന്നവരാണ്. അവർ മറ്റുള്ളവരെ ചതിക്കുന്നവരല്ല. അവരെ ചതിച്ചവർ വന്ന് വീണ്ടും കണ്ടുമുട്ടിയാലും ഇവർ പണ്ടത്തെ കാര്യങ്ങൾ പഴയ ഫയലുകൾ ഓപ്പൺ ചെയ്ത് പ്രതികാര നടപടികളായോ സംസാരിക്കാറില്ല. ജീവിതമാണ് എന്ന് മനസ്സിലാക്കുക. അത് ഇയാൾ അന്ന് അങ്ങനെ ചെയ്തു, ഇന്ന് പുതിയ ദിവസമാണ്, എവരി ഡേ ഈസ് എ ഗുഡ് ഡേ എന്ന് ചിന്തിക്കുന്നവരാണ് ഈ മകയിരക്കാർ. അവർ സ്ത്രീ നക്ഷത്രമാണ് എന്ന് ഞാൻ പറയുന്നില്ല. സ്ത്രീയാണ് ഈ നക്ഷത്രത്തിലുള്ളതെങ്കിൽ അവർക്കാണ് ഇത്തരം സ്വഭാവം കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നത്. അവർ ഭാവിയിൽ മാതൃകാ ജീവിതം നയിക്കും എന്നതിൽ സംശയമില്ല. 2-ാമത്തെ നക്ഷത്രം രേവതിയാണ്. രേവതിക്കാരും അവരിപ്പോൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർക്ക് അവരുടെ മാർക്കുകൾ ചോർത്തി എഴുതിയവരോട് പോലും അവർക്ക് ഭാവിയിൽ പ്രതികാരമൊന്നും അവർ ചെയ്യില്ല. എന്തും ആരോടും തുറന്നു പറയാനുള്ള ഒരു ആവേശം അവർക്കുള്ളവരാണ്. സ്ത്രീ ആണെങ്കിൽ അവരത് കാത്തു സൂക്ഷിക്കും. ഒരാളിനെ കണ്ടു കഴിഞ്ഞാൽ ഇവൻ ആരാണ്, ഇവൻ എന്തിനു വന്നു, ഇവൻ എന്തായിരിക്കും അടുത്ത് പറയാൻ പോകുന്നത് എന്ന് പോലും അവർക്കറിയാം. അവരത് പറഞ്ഞ് സ്വന്തമായി തലക്കനമോ ഞാനൊരു വലിയ ഗോഡ് ലേഡിയാണോ ഗോഡസ് ആണെന്നോ ഒന്നും ഭാവിക്കാൻ അവർ പോകുന്നില്ല. അവർ നല്ല രീതിയിൽ തന്നെ ആ കഴിവ് സൂക്ഷിക്കുകയും അവർക്ക് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാവുകയും പ്രവർത്തകരെ സഹജീവികളെ അവർ സഹായിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു ഹൃദയ വിശാലത ഉള്ളവരാണ് ഈ രേവതിക്കാർ. സംശയം വേണ്ട. അവരെ അനുഭവമുള്ളവരെയും ശ്രദ്ധിച്ചു നോക്കുക. ജോലിയുള്ളവർക്കാണെങ്കിൽ കുതികാൽ വെട്ടിക്കൊണ്ടുള്ളത് അല്ലാതെ, കുതികാൽ വെട്ടുക വെച്ചാൽ അർഹരായവരെ മറികടന്നുകൊണ്ട് പിടിച്ചെടുക്കുന്ന സമ്പ്രദായം അവർക്കില്ല. അത് സാധാരണ നിലയിൽ കിട്ടുന്നെങ്കിൽ മതി എന്ന് വിചാരിക്കാനുള്ള ത്രാണി വേദാന്ത ശക്തി അവരുടെ മനസ്സിലുണ്ട്. അവർക്ക് പ്രൊഫറ്റാണെന്ന് വേണമെങ്കിലും പറയാം. അവരത് മുൻകൂട്ടി കണ്ട് പ്രചരിപ്പിക്കാൻ കഴിവുള്ളവരാണ്. ഇപ്പോൾ ജോലിയുള്ളവരാണെങ്കിൽ പ്രൊമോഷൻ, അരിയേഴ്സ്, ഭവന നിർമ്മാണം നടത്തുന്നവരാണെങ്കിൽ ഭവനം നിർമ്മാണം ഉത്തരോത്തരം പുരോഗതിയിലെത്തിച്ച് പെട്ടെന്ന് തന്നെ പാല് കാച്ചാൻ കഴിയുന്ന അവസ്ഥയിലാണ് രേവതിക്കാർ. 3-ാമത്തെ നക്ഷത്രം ഭരണിയാണ്. ഭരണിക്കാർക്ക് അറിയാവുന്ന കാര്യങ്ങൾ അവർ പുറത്ത് പറയാറില്ല. അവരെ കൊണ്ട് അവരുടെ കഴിവുകൾ ചൂഷണം ചെയ്ത് ഉയർന്ന എത്രയോ ആളുകൾ അവർക്ക് ചുറ്റും ഉണ്ടായിരിക്കാം. സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന പല വ്യക്തികളും ഈ ഭരണിക്കാരുടെ പ്രകാശം കൊണ്ട് നന്നായവരാണെങ്കിൽ പോലും അവർക്ക് ആദ്യം ഒരു ദുഃഖമുണ്ടാകാം. എങ്കിലും അവരത് പ്രതികാരം ചെയ്യാനോ ഒന്നും പോകുന്നവരല്ല. സ്ലോ ആൻഡ് സ്റ്റഡി വിൻ ദ റേസ് എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നവരാണത്. പിന്നെ ഒരു കാര്യത്തിനും മത്സരബുദ്ധിയോടുകൂടി സ്ത്രീയാണ് എങ്കിൽ, ഭരണി സ്ത്രീയാണെങ്കിൽ ഒരു കാര്യത്തിനും മത്സരബുദ്ധിയോടുകൂടി മറ്റുള്ളവരോട് മത്സരബുദ്ധിയോടുകൂടി അവരെ തകിടം മറിക്കാനോ മുന്നേറാനോ അവർ ശ്രമിക്കാറില്ല. അവരെല്ലാം തന്നെ മനസ്സിലൊതുക്കുന്നവരാണ്. അവർക്ക് ഭാവിയിൽ നല്ല കുടുംബവും ഭാവനാശാലിയായവർ അവരുടെ ഭാവനയ്ക്ക് സ്വപ്ന ഭവനങ്ങൾ നിർമ്മിക്കാനും ഒക്കെ അവർ കഴിഞ്ഞേക്കും. മക്കളെ നല്ല രീതിയിൽ എത്തിക്കാനും നല്ല അടിസ്ഥാനമായ ജീവിതത്തിന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും സാമ്പത്തിക നേട്ടങ്ങൾ പങ്കുവയ്ക്കാനും മനസ്ഥിതിയുള്ളവരാണ്. ഭരണിയും നക്ഷത്രം സ്ത്രീയാണെങ്കിൽ എല്ലാം സഹിച്ചുകൊണ്ട് മുന്നേറാൻ കഴിയുന്ന ഇവർ
ഭാഗ്യശാലികളും കൂടിയാണ്, ഭാഗ്യശാലിനികളും കൂടിയാണ്. അത്രയും അവരെപ്പറ്റി പറയാനുണ്ട്. ശ്രദ്ധിച്ചാൽ അനുഭവം ഒരുപാട്. 27 നക്ഷത്രത്തിൽ മകയിരം, രേവതി, ഭരണി എന്നിവരാണ് ഈ ഇൻഫർമേഷൻ കൊടുക്കാൻ കഴിവുള്ള തരത്തിൽ വേദാന്ത ചിന്തയുള്ള മാനസിക അടിത്തറ ഉള്ളവർ ആയിത്തീരുന്നതെന്ന് എടുത്തു പറയേണ്ടതാണ്. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് നന്ദിയുണ്ട്. ഇതെന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു.